എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഈ വരുന്ന മാർച്ച് 2025 എന്ന് നമുക്ക് നോക്കാം. Eight of Pentacles, Judgment, Hermit, Ten of Wands, Two of Cups, Seven of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 8 of Pentacles and 2 of Cups എനർജിയാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു മാസം നിങ്ങൾ പ്രണയാഭ്യർത്ഥനകളൊക്കെ വരാനുള്ള സമയം, ലവ്, റൊമാൻസ്, പ്രപ്പോസൽസ് ഒക്കെ വരുന്ന സമയമാണ്. ഒത്തിരി ഈ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പ്രണയാഭ്യർത്ഥന വരാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വർക്കുമായിട്ട് വർക്കും പ്രണയവും ഒത്തുചേർന്ന് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള പ്രണയാഭ്യർത്ഥനയാവാം, വിവാഹാലോചനയായിട്ട് വീട്ടിലേക്ക് വരുന്നതാവാം. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ ഒരേ കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ രണ്ടുപേർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് മറ്റൊരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുന്നു ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നവർ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. മറ്റൊരാൾ വേറൊരിടത്താണെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു അവസരവും സൂചിപ്പിക്കുന്നു. അതായത് പ്രണയിക്കുന്നവരോ വിവാഹിതരായിട്ടുള്ളവരോ വേർപിരിഞ്ഞു കഴിയുന്നവർ ഒരുമിച്ച് അടുത്തടുത്തേക്ക് വരാനുള്ള ഒരു അവസരം, ഒത്തുചേർന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ വിദേശത്താണ് ജോലി ഉണ്ടായിട്ട് മറ്റ് ഫാമിലി വിസയ്ക്ക് പറ്റാത്തവരാണ് എങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവുന്നത് മൂലം ഫാമിലി വിസ അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടുപോകാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു കാര്യമെന്ന് തന്നെ പറയാം. ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി നല്ല സാധ്യതകൾ ഉള്ള സമയമാണ്. ശമ്പള വർധനവിനുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജി. അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ആൻഡ് 10 of Wands എനർജിയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് കർമ്മഫലത്തിൻ്റെ സമയമാണ്. കർമ്മഫലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളവരോ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്കോ അതിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചില കാര്യങ്ങളിൽ നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ് ചുമക്കാൻ കഴിയുന്നതിനേക്കാൾ ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പല അർത്ഥത്തിലാവാം അത്. ഇപ്പോൾ ഫാമിലിയിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ചില കൂട്ടുകുടുംബമാണെങ്കിൽ മൂത്ത ആളെന്നുള്ള രീതിയിലെല്ലാം ഭാരവും നിങ്ങളുടെ തല, അല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റാർക്കും ജോലി ഉണ്ടാവാത്തത് ആവാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടായിട്ടും മക്കളെ കൊണ്ടിട്ട് വലിയ പ്രയോജനമില്ലാത്ത ചില ആളുകളും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വിദ്യാഭ്യാസമായിട്ട് നല്ല രീതിയിലാണ്, ഇതുവരെ ജോലി ലഭിക്കാത്തവരാണ് എങ്കിൽ പാർട്ട് ടൈമായിട്ട് ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടായിട്ടും നല്ല ജോലി കിട്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പോകാമെന്ന ചിന്തയിലിരിക്കുന്നവരാവാം. ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നത്. ജോലി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ ജോലിയിൽ നിങ്ങൾക്കായിരിക്കും എല്ലാ ഉത്തരവാദിത്വം. കാരണം നിങ്ങളെല്ലാം ചെയ്യും, വൃത്തിയായിട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഓവറായിട്ട് മോട്ടിവേറ്റ് ചെയ്തെല്ലാം നിങ്ങളുടെ തലയിൽ വയ്ക്കുന്ന സിറ്റുവേഷനൊക്കെയാണ് എങ്കിൽ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ നിന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് കാണുന്നത് പലരുടെയും
നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തലയിൽ വെച്ചിരിക്കുക, അനാവശ്യമായിട്ട് വേണ്ടാത്തവരെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന പ്രായമായിട്ടുള്ള മക്കളുള്ളവരാണെങ്കിൽ മക്കളുടെ ഉത്തരവാദിത്വം അവരുടെ ബാധ്യതയാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുന്ന സിറ്റുവേഷൻ ആവാം. അതായത് നിങ്ങൾ തുറന്നു പറയുന്നു, ഒരു പ്രായം ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ അവർക്ക് കഴിയും. പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും അവനോനുള്ളത് അവനോൻ ചെയ്യുക എന്നുള്ള രീതിയിലോ, ജോലിയിലാണെങ്കിൽ അതുപോലെ കൊളീഗ്സിൻ്റെ അടുത്ത് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ജഡ്ജ്മെൻറ്റ് എനർജിയാണ്, അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം വേണ്ടുവോളമുണ്ട്. കർമ്മഫലം നല്ല രീതിയിലുള്ള അനുഭവിക്കുന്ന സമയമാണ്, നല്ല കർമ്മത്തിനുള്ള ഫലം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വായ തുറക്കാൻ ആയിട്ട് മറ്റുള്ളവർ വെയിറ്റ് ചെയ്ത പോലെ നിങ്ങൾ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പരിധിയിലേക്ക് വരുന്നു. ഇതുവരെ നിങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത് കൊണ്ടാണ്. പക്ഷെ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെയല്ല എല്ലാവരും കാര്യങ്ങൾ അതുവരെ നിങ്ങളുടെ തലയിലിട്ടതൊക്കെ ആളുകൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ജഡ്ജ്മെൻറ്റ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഇതുവരെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കാത്തവർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം ലഭിക്കുകയാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ബിസിനസ്സിനുള്ള ഒരു വരുമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വരുമാനം ലഭിച്ചു തുടങ്ങുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ വന്നു തുടങ്ങുന്നതിൻ്റെ തൃപ്തി നിങ്ങളിൽ കാണുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരൊക്കെയോ നിങ്ങളുടെ ബിസിനസ്സിന് എതിരായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് തകർക്കാനോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അനാവശ്യ പ്രചരണങ്ങൾ നടത്തിയൊക്കെ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാൻ ശ്രമിക്കുന്നത് ചില ആളുകൾ അങ്ങനത്തെ സാഹചര്യം ഉള്ളവരാണ് എങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്താൻ പൂജകളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഒന്നും ഫലിച്ചിട്ടുണ്ടാവില്ല. എങ്കിൽ ഇപ്പോൾ ഇതെല്ലാം ഫലിക്കുന്ന സമയമാണ്. നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കുകയും അവരെ നിങ്ങളെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ തന്നെ ലോൺ കാര്യങ്ങൾ, അപ്പോൾ വീട് വയ്ക്കുന്നതോ മറ്റെന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പേഴ്സണൽ ലോണോ കാര്യങ്ങളൊക്കെ, ഹൗസിംഗ് ലോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോണിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ ലോൺ കിട്ടാനുള്ള അവസരം നല്ലതാണ്. നിങ്ങൾക്ക് വല്ല പൈസയൊക്കെ കടം കൊടുത്തിട്ടുണ്ട് എങ്കിൽ കൊടുത്ത പൈസ തിരിച്ച് കിട്ടാനുള്ള ഒരു അവസരവും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഹെർമിഡ് ആൻഡ് 2 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെളിച്ചം മുന്നോട്ടേക്ക് നിങ്ങളെ ജീവിതത്തിൽ മുന്നേറാൻ ആയിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ ഒരു വഴികാട്ടിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ മുന്നോട്ടേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഇന്ന വഴിയിലാണ് പോകേണ്ടതെന്ന് വഴി തെളിച്ച ഒരാൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു ഗുരുതുല്യനായിട്ടുള്ളൊരു വ്യക്തിയാവും, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ടേക്ക് നിങ്ങളുടെ ഒരു സുഹൃത്താവാം. ആര് തന്നെ ആയാലും മുന്നോട്ടേക്കുള്ള വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ചില ആളുകൾ ഇത് നിങ്ങളുടെ ഇന്നർ സെൽഫാകാം. അതായത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വഴികാട്ടിയായി മാറുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് ഇറങ്ങാം. പൊതുവേ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്വന്തം കയ്യിൽ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ ഭയപ്പെടുന്ന ഒരു വ്യക്തിയോ മറ്റോ ഒക്കെ ആണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ കാര്യങ്ങൾ മുൻകൂട്ടി ആലോചിച്ച് കയ്യിൽ കാര്യങ്ങൾ എടുത്തിട്ട് മുന്നേറുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 10 ഓഫ് വോൺസ് എനർജിയാണ്. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകളിൽ. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വീട്ടിലത്തെ അതായത് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ കൂടാതെ അയൽവക്കത്തെയും മറ്റുള്ളവരുടെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്ന സമയമാണ്. അതേപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലാണ് എങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ അമിതമായിട്ട് ആത്മീയമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ മുതലെടുക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മുകളിലിരിക്കുന്ന ആൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഭയമല്ല വേണ്ടത്, ഭക്തിയാണെന്ന് കൂടിയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ചെറിയ പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
പഠിത്തത്തിലൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.